ഉണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നത അത് കൃത്യമായി പരിഹരിച്ചതിന്റെ സൂചന നൽകിക്കൊണ്ട് രാഷ്ട്രീയമായ ഉയർന്നു വന്ന ഒരുപാട് ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതാക്കൾ ഒരുമിച്ച് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് സാധ്യത. അതോ അതിനപ്പുറത്തേക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പതിവായി നടത്തുന്ന വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമോ, എന്താണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നത് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. എന്തായാലും രാഷ്ട്രീയമായി സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഒരു വലിയ പ്രശ്നത്തിനാണ് താൽക്കാലികമായെങ്കിലും വിരാമമാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിൽ ചർച്ചയായി മാറുമായിരുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം സിപിഐയുടെ പോഷക സംഘടനകൾ അടക്കം സിപിഎമ്മിനെതിരെ സമരം ചെയ്ത ഒരു വിഷയം, ആ വിഷയത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. മന്ത്രി കെ എൻ ബാലഗോപാൽ കൂടി ഇവിടേക്ക് എത്തുന്നു. ഈ ചർച്ചകളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൂടി ഇവിടേക്ക് എത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് ഒരു നേതാക്കന്മാരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. പലപ്പോഴും എല്ലാ നേതാക്കളുടെ പ്രതികരണം ആരാഞ്ഞപ്പോഴും മൌനം തുടരുകയായിരുന്നു നേതാക്കൾ. അത് തന്നെ തുടരാനാണ് സാധ്യത. കെ എൻ ബാലഗോപാൽ AKG സെന്ററിലേക്ക് നിർണായകമായ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. ഒരു പ്രതികരണങ്ങളും നടത്താതെ കെ എൻ ബാലഗോപാൽ ചർച്ചകൾക്ക് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ കെ എൻ ബാലഗോപാലും ഈ നിർണായക ചർച്ചയുടെ ഭാഗമാകുന്നതിന് വേണ്ടി അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അരുൺ കൂടിയുണ്ട്. അരുൺ, ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി അവശേഷിക്കുന്നില്ലേ? ഈ പിന്നോട്ട് പോക്ക് പ്രഖ്യാപിക്കുമ്പോഴും മുന്നണിയുടെ മുന്നോട്ട് പോക്കിൽ നേതാക്കൾക്കിടയിൽ ഇതൊരു ഈഗോ ഇഷ്യൂമല്ലാതെ മുന്നോട്ട് ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. കാരണം ഒരു കക്ഷിയുടെ പിന്നോട്ട് പോക്കെന്ന് പറയുമ്പോൾ ആ തിരുത്തലിന് തയ്യാറായവർ മുന്നണിയിൽ ഭാവിയിൽ അത് ബാധിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത കാട്ടൽ കൂടി ഉണ്ടാവണമല്ലോ. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലൊക്കെ ആ വിഷയത്തിൽ കൂടി ഒരു സൊല്യൂഷൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവണം. വരുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ അഭിപ്രായ ഭിന്നതകൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. അത് താഴേക്കിടയിലേക്ക് വരാതിരിക്കാനുള്ള ജാഗ്രത കാട്ടേണ്ടതുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും ചർച്ചയിൽ വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കത്ത് സിപിഎം ജനറൽ സെക്രട്ടറി വെച്ച കത്തിൽ പ്രധാനമായും പറയുന്നത് ഈ കരാർ മരവിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ്. മരവിപ്പിക്കുന്നത് പറയുമ്പോൾ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെക്കും. ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഈ PFCയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൂർണ്ണമായും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നല്ല അറിയിക്കുന്നത്. ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെക്കും. ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഈ PFCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. അത് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത് വരെ അല്ലെങ്കിൽ അതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ പദ്ധതി മരവിപ്പിക്കണം എന്ന ആവശ്യമാകും കേന്ദ്രത്തിന് മുൻപാകെ വയ്ക്കുക. ആ ഒരു നിർദ്ദേശമാണ് CPI ജനറൽ സെക്രട്ടറിക്ക് മുമ്പാകെ വച്ചിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഇനി ചർച്ച നടക്കാൻ പോകുന്നത്. ഇപ്പോൾ AK സെന്ററിലും അതിനുശേഷം ഈ MN സ്മാരകത്തിലുമൊക്കെ ചർച്ച നടക്കാൻ പോകുന്നത് ആ ഒരു കത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. CPIക്കും ഏറെക്കുറെ സ്വീകാര്യമായ ഒരു ഉപാധി തന്നെയാണത്. അതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത്. ഇത്തരത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന തർക്കങ്ങളൊക്കെ സ്വാഭാവികമായും സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ നമുക്കുമൊക്കെ പറഞ്ഞ അപ്പുറത്തേക്ക് ഇരു പാർട്ടി നേതാക്കൾ അത്തരം ഒരു വിജയത്തിന്റെ അവകാശവാദവുമായോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമായോ ഒന്നും ആരും രംഗത്ത് വരില്ല. ഇത് മുന്നണിയിലെ ഒരു നയപരമായ പ്രശ്നമായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി പരിഹരിച്ചു എന്നൊരു ഇത് മാത്രമേ പുറത്തു വരികയുള്ളൂ. പിന്നീട് സ്വാഭാവികമായും അത്തരം CPM ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം CPI പോലെ ഒരു പാർട്ടി തങ്ങളുടെ വലിയ തീരുമാനത്തെ തിരുത്തിക്കാൻ മാത്രം കരുത്തുള്ള പാർട്ടിയായി ഇപ്പോൾ നിൽക്കുന്നുവെന്ന് CPM സമ്മതിക്കാൻ ഒരു ഘട്ടത്തിൽ തയ്യാറാകുന്നതല്ല. പക്ഷേ യാഥാർത്ഥ്യം അതായിരിക്കുന്നു. CPIക്ക് ഇപ്പോഴും ഒരു തിരുത്തൽ ശക്തി എന്ന നിലയിൽ മുന്നണിയിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന നടപടി തന്നെയാണ്. CPM ആ രീതിയിൽ തിരിച്ചടിയാണ്. പക്ഷേ അങ്ങനെ CPM തിരിച്ചെടുത്ത് പറയുമ്പോഴും CPMനും ഇതുമായി മുന്നോട്ട് പോയ ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് അവർ ഇനിയും മറുപടി പറയേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തത്, എന്തുകൊണ്ടാണ് ഈ കായികവത്കരണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഓരോ മണിക്കൂറിലും പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ സമ്മേളനങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ സുപ്രഭാതത്തിൽ പിന്നോട്ട് പോയി നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും CPMനും. ഏതായാലും അത് ഒഴിവായിരിക്കുന്നു. CPMും തൽക്കാലത്തേക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ അവർക്കും രക്ഷപ്പെടാം. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ സ്വാഭാവികം ഉയർന്നു വരാം. എന്തുകൊണ്ടാണ് ഇതിൽ ആദ്യം എതിർത്തത് പിന്നീട് ഒപ്പിട്ടത് വീണ്ടും പിന്മാറുന്നത് എന്നുള്ള വിമർശനങ്ങൾ BJPയിൽ നിന്നും UDFിൽ നിന്നും ഒക്കെ സ്വാഭാവികമായും CPMനും നേരിടേണ്ടി വരും. എങ്കിൽ പോലും ഒരു പരിധിവരെ അവർക്കും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന സ്വാഭാവികമായി തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. ആ തെറ്റ് തിരുത്താൻ തയ്യാറായി എന്ന് കൂടി പറഞ്ഞു നിൽക്കാൻ CPMനും കഴിയുന്ന ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈഗോയൊക്കെ വച്ചുകൊണ്ടാണ് സ്വാഭാവികമായും ഇത്തരമൊരു കാര്യത്തിൽ ചർച്ച നടക്കുമ്പോൾ CPMന്റെ ആസ്ഥാനത്തേക്ക് CPI നേതാക്കൾ എത്തുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വന്നു. പക്ഷേ CPI അതിനും തയ്യാറായിരിക്കുകയാണ്. CPMന്റെ ക്ഷണം സ്വീകരിച്ച്
അവർ AK സെന്ററിൽ എത്തി തന്നെ ചർച്ച നടത്തുകയാണ്. ഒരു തവണ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വന്ന ബിനോയ് വിശ്വത്തെ കണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ്. പിന്നീട് ആലപ്പുഴയിൽ ഗസ്റ്റ് ഹൌസിൽ വെച്ച് നേതാക്കൾ തമ്മിൽ കണ്ടതാണ്. ഒടുവിൽ ഇപ്പോൾ AKG സെന്ററിലേക്ക് ഒരു കൂടിക്കാഴ്ച, അത് മഞ്ഞുരുക്കലിന്റെ കൂടിക്കാഴ്ചയാണ്. മുന്നണി ബന്ധം തകരുമെന്ന ഇടത്തുനിന്ന് മന്ത്രിമാർ രാജിവെച്ച് മാറുമെന്ന ഇടത്തുനിന്ന് ഇന്നത്തെ മന്ത്രിസഭ വിട്ടുനിൽക്കുമെന്ന ഘട്ടത്തിൽ നിന്നൊക്കെ പിന്മാറി പാർട്ടി മുന്നണി കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്ന സൂചന നൽകാൻ പോലും CPM ഉപയോഗിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു. ഏതായാലും അവിടെ CPM പിന്നോട്ട് പോക്കുണ്ട്, ഭരണപരമായ തടസ്സങ്ങളുണ്ട് ഈ വിഷയത്തിൽ പിന്നോട്ട് പോകുന്നതിന്. സാങ്കേതികമായ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. വലിയൊരു പ്രത്യയശാസ്ത്രപരമായ ഒരു തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ നയവ്യതിയാനത്തിൽ നിന്ന് മാറാൻ CPM-നും കഴിഞ്ഞു എന്നുകൂടി ഈ CPI-യുടെ ഒരു എതിർപ്പ് കൊണ്ട് അവർക്ക് പറഞ്ഞു നിൽക്കാം. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഇത് CPI-യുടെ മാത്രം പ്രശ്നമല്ല, CPI-ക്ക് മാത്രം ദോഷമുണ്ടാക്കുന്ന ഒന്നല്ല, CPM-ന് കൂടി ദോഷമുണ്ടാക്കുന്ന അവരുടെ നിലപാടിനെ പോലും ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അവിടെയാണ് ഒരു ഏറെക്കുറെ തിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതാണ് സാഹചര്യം. അരുൺ, ഒരു കാര്യം കൂടി, ഈ വൈകിട്ട് ചേരാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ടാകുമല്ലോ. കാരണം ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ ഈ ക്യാബിനറ്റിൽ തന്നെ അത് വരും. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ നിലപാട് പറയലും ഒരു ചർച്ചയും ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് ആ വിഷയം വരികയും അവിടെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ രൂപീകരിക്കാൻ ധാരണ ഉണ്ടാവുകയും ചെയ്യും. ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയാകും PMC-യുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. സ്വാഭാവികമായും ഒരു സബ് കമ്മിറ്റി കഴിക്കുമ്പോൾ എന്ന് റിപ്പോർട്ട് നൽകണമെന്നൊരു ഡെഡ്ലൈൻ ഒന്നും ഉണ്ടാകില്ല. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. പതിയെ ഈ വിഷയം അങ്ങ് ഇല്ലാതാക്കാൻ കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഈ PMC ഒരു അടഞ്ഞ അധ്യായമായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. സബ് കമ്മിറ്റി പഠിച്ച് അതിന് റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് സമർപ്പിച്ച് വീണ്ടും കേന്ദ്രത്തെ സമീപിച്ച് സ്വാഭാവികമായും അപ്പോഴേക്കും PMC പദ്ധതിയുടെ കാലാവധിയുടെ കഴിയുന്ന കാര്യങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയാകും ഒരുപക്ഷെ മുന്നണി നേതൃത്വങ്ങൾക്ക് ഈ സബ് കമ്മിറ്റി എന്ന ഒരു ആശയത്തിലൂടെ അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്ത് എന്നതാണ് പ്രധാനപ്പെട്ടത്. 3:30-ക്കാണ് മന്ത്രിസഭാ യോഗം ചേരുക. ആ മന്ത്രിസഭാ യോഗം വരെ ഇത് നീളുകയാണ് ഈ ആകാംക്ഷ. ഡാൻ, നേതാക്കൾ ആരും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ അല്ലേ? ചർച്ചകൾ പൂർത്തിയായോ? ഈ കൂടിക്കാഴ്ച കഴിഞ്ഞു, അതിന്റെ സൂചനകളൊന്നുമില്ല അല്ലേ? സജിത്ത്, ഏതാനും മിനിറ്റുകൾ മാത്രമായതേ ഉള്ളൂ നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഈ കാര്യങ്ങളിലെ അവ്യക്തത നീക്കുന്നതിനു വേണ്ടി, തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇരു പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ വിശദമായി തന്നെ ഈ ചർച്ചകൾ നടത്തുകയാണ്. അതിനുശേഷം MA ബേബി തന്നെ ഈ വിഷയത്തിൽ CPI-ക്ക് ഉണ്ടായ ഒരു അമർഷം അത് പരിഹരിക്കുന്നതിന് വേണ്ടി D രാജയുമായി സംസാരിച്ചിട്ടുണ്ട് ഇതിനോടകമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഈ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം MA ബേബി വീണ്ടും D രാജയുമായി സംസാരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ മുന്നണി ബന്ധത്തെ ഉലയ്ക്കുന്ന തരത്തിലേക്ക് മാറിയ ഒരു പ്രശ്നത്തിന് അടിയന്തരമായി നടത്തിയ തിരക്കിട്ട അനുനയ നീക്കങ്ങളുടെ തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസകരമായ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നുവെന്ന് വേണം പറയാൻ. അല്പസമയം കൂടി ഈ ചർച്ചകൾ നീണ്ടേക്കാം. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ മുന്നണി ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും CPM-ന്റെയും CPI-യുടെയും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ വേണം പറയാൻ. അതേസമയം അത്തരത്തിൽ വിവാദമുണ്ടാക്കുന്നതോ വെട്ടിലാക്കുന്നതോ ആയ ഒരു പ്രസ്താവനകളും CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് അത്തരത്തിൽ ഒരു പരാമർശങ്ങളും അവർ തയ്യാറായിട്ടില്ല. പോസിറ്റീവായി ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായി ഏത് തരത്തിലാകും ഈ പ്രശ്നം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നത് എന്നത് കൃത്യമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു പരാമർശം പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വേണം കരുതാൻ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കാത്തിരിക്കുകയാണ് ചർച്ചകൾ പൂർത്തിയാകുന്നത് വരേക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. വൈകിട്ട് ക്യാബിനറ്റ് യോഗം ചേരുകയും ചെയ്യും.